നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഒരു ലോകകപ്പ് മതി പിണങ്ങിയിരുന്നവരെല്ലാം ഇപ്പോൾ ഒരുമിക്കുകയാണ്. അതെ, സൗദിയും ഖത്തറും ചരിത്രത്തെ തന്നെ തിരുത്തി കുറിച്ചുകൊണ്ട് ഇതാ ഒന്നിക്കാൻ പോകുന്നു. സൗദി രാജകുമാരൻ ബിൻ സൽമാന്റെ പ്രഖ്യാപനമാണ് ഇപ്പോൾ ഏവരുടെയും കണ്ണു നിറയിപ്പിക്കുന്നത്. സൗദി അറേബ്യ ഖത്തർ ബന്ധം കൂടുതൽ ദൃഢമാകുമെന്ന് വ്യക്തമാക്കിയ സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ ഖത്തറിലെത്തി. ലോകകപ്പ് ഫുട്ബോൾ മത്സരത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ചാണ് അദ്ദേഹം ദോഹയിൽ എത്തിച്ചേർന്നത്. ഞായറാഴ്ച പുലർച്ചെ ദോഹയിലെത്തി അദ്ദേഹത്തിന് ഊഷ്മള സ്വീകരണവും ലഭിച്ചു. രാത്രി 9:30 ഖത്തറും ഇക്വഡോറും തമ്മിലുള്ള ആദ്യ മത്സരത്തിന് ദോഹ സാക്ഷിയാകുന്നതോടെ മറ്റൊരു ഐക്യത്തിന്റെ പാത കൂടി വെട്ടിയിരിക്കുകയാണ് സൗദി. ഖത്തറും സൗദിയും കൂടുതൽ മേഖലകളിൽ ഐക്യപ്പെടുന്ന കാഴ്ചകളാണ് കാണുവാൻ പോകുന്നത്. 2017 ജൂണിലാണ് ഖത്തറും സൗദിയും രണ്ടു വഴിക്ക് പിരിഞ്ഞത്. ഖത്തറിനെതിരെ സൗദി അറേബ്യയും സഖ്യരാജ്യങ്ങളും ഉപരോധം പ്രഖ്യാപിക്കുകയാണ് ചെയ്തത്. ബഹ്റൈൻ, UAE എന്നീ ഗൾഫ് രാജ്യങ്ങൾക്ക് പുറമെ ഈജിപ്ത് കൂടി സൗദിക്കൊപ്പം നിന്നതോടെ ഖത്തർ ആദ്യം അമ്പരക്കുകയായിരുന്നു. പിന്നീട് ക്രമേണ പ്രതിസന്ധി തരണം ചെയ്യാൻ ഖത്തറിന് കഴിഞ്ഞു എന്നതും പല റിപ്പോർട്ടുകൾ വഴി നാം കാണുകയുണ്ടായി. എന്നാൽ തന്നെയും ഏഷ്യയിലെയും യൂറോപ്പിലെയും രാജ്യങ്ങളുടെ സഹകരണത്തോടെ ഖത്തർ അതിവേഗം പുതിയ നീക്കങ്ങൾ നടത്തുകയും ഉപരോധം മറികടക്കുകയുമാണ് ചെയ്തത്. ഖത്തറിന് മുന്നിൽ 13 ഉപാധികളാണ് സൗദി സഖ്യം വച്ചത്. ഒന്നുപോലും ഖത്തർ അംഗീകരിച്ചില്ല എന്നതാണ് പ്രത്യേകത. കുവൈറ്റും ഒമാനും ഉൾപ്പെടെ നടത്തിയ സമവായ ചർച്ചകൾ 3 വർഷത്തിന് ശേഷം കഴിഞ്ഞ വർഷം ജനുവരിയിൽ ഉപരോധം പിൻവലിക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ ഖത്തറുമായി കൂടുതൽ അടുക്കാനുള്ള സാധ്യതയാണ് ഇതിലൂടെ വഴി തുറക്കുന്നത്. ഖത്തറിലേക്ക് അംബാസിഡറെ വീണ്ടും സൗദി നിയോഗിച്ചിരിക്കുന്നു. തൊട്ടു പിന്നാലെ ഈജിപ്തും അംബാസിഡറെ അയക്കുകയായിരുന്നു. എന്നാൽ UAE ബഹ്റൈനും പ്രതിനിധികളെ നിയോഗിച്ചിട്ടില്ല. എല്ലാ രാജ്യങ്ങളും ഖത്തറിലേക്കുള്ള യാത്രാ സൗകര്യം ഇതിനോടകം പുനഃസ്ഥാപിക്കുകയും ചെയ്തു. എന്നാൽ ബഹ്റൈൻ ഇതുവരെ ഗതാഗതം പുനഃസ്ഥാപിച്ചിട്ടില്ല. ഉപരോധം പിൻവലിച്ച ശേഷം ആദ്യമായി സൗദി രാജകുമാരൻ ദോഹയിലെത്തിയത് കഴിഞ്ഞ വർഷം അവസാനത്തിൽ. അദ്ദേഹം നടത്തിയ ഗൾഫ് പര്യടനത്തിന്റെ ഭാഗമായിരുന്നു ഇത്. സൗദി കിരീടാവകാശിയായ ശേഷം ആദ്യമായുള്ള ഖത്തർ സന്ദർശനമായിരിക്കും ഇത്. ഇന്ന് അദ്ദേഹം വീണ്ടും ഖത്തറിലെത്തിയിരിക്കുകയാണ്. ഖത്തർ അമീർ ഷെയ്ഖ് തമീമിന്റെ സഹായി ഷെയ്ഖ് അബ്ദുള്ള ബിൻ ഹമദ് അൽത്താനിയാണ് സൗദി കിരീടാവകാശിയെ ദോഹ വിമാനത്താവളത്തിൽ സ്വീകരിച്ചത്. സൗദി ഊർജ്ജ മന്ത്രി അബ്ദുൽ അസീസ് ബിൻ സൽമാൻ, ആഭ്യന്തരമന്ത്രി തുർക്കി ബിൻ മുഹമ്മദ് ബിൻ അബ്ദുൽ അസീസ് തുടങ്ങിയവരെല്ലാം സംഘത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ആദ്യ മത്സരത്തിന് ശേഷം സംഘം ഇന്ന് മടങ്ങും. എല്ലാ ഭിന്നതയും അവസാനിപ്പിക്കാൻ ശേഷിയുള്ളതാണ് കാൽപന്ത് കളി എന്ന് പൊതുവെ പറയാറുണ്ട്. എന്നാൽ ഗൾഫ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ആ വാചകം ശരിയായിരിക്കുകയാണ്. ഗൾഫ് മേഖലയ്ക്ക് മൊത്തം ഉണർവേകിയിരിക്കുകയാണ് ഈ വേൾഡ് കപ്പ് ഫുട്ബോൾ. ഖത്തറിനെതിരെ യൂറോപ്യൻ മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ ഫിഫ അധ്യക്ഷൻ തള്ളിക്കളയുകയും ചെയ്തു. എന്നിരുന്നാൽ തന്നെയും ഇത്തരം വ്യാജ പ്രചരണങ്ങളെ മറികടന്ന് ഖത്തർ കുതിക്കുന്ന കാഴ്ചയാണ് കാണുവാൻ സാധിക്കുന്നത്. ഇനി മണിക്കൂറുകൾ മാത്രമാണ് ഫിഫ വേൾഡ് കപ്പ് ആരംഭിക്കാൻ ബാക്കിയുള്ളത്. അങ്ങനെ ലോകം മുഴുവനും ഖത്തറിലേക്ക് കണ്ണും കാതും കൂർപ്പിച്ചിരിക്കുകയാണ്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.